മലയാള സിനിമയുടെ ഒരു ഭയങ്കര വാഗ്ദാനമായിരുന്നു. ഒരു സിനിമയിലേക്ക് ഒരു നായക പ്രാധാന്യമുള്ള വേഷത്തോടുകൂടി രംഗപ്രവേശം ചെയ്യുന്നു. പിന്നെ സീരിയലിന്റെ കുത്തൊഴുക്കിൽ മുങ്ങി തണുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓർക്കുന്നുണ്ടോ ആദ്യമായിട്ട് സിനിമയിലേക്ക് ഒരു എൻട്രി വരുന്നതൊക്കെ ഓർക്കുന്നുണ്ടോ? സിനിമയിലേക്ക് നല്ല സുമുഖനായിരുന്നല്ലേ? എൻട്രി ആയിട്ട് നമ്മളിങ്ങനെ തേടി വന്നതല്ല. ഇത് നമ്മൾ എൻട്രി ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. കാര്യം അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ എന്തായാലും എനിക്ക് വേഷമുണ്ട് എന്നുള്ള മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായത്. അച്ഛനൊക്കെ അന്ന് സിനിമയോട് വലിയ പിന്നെ ഭയങ്കര നാടകത്തിലൊക്കെ പണ്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അഭിനയം കലയോട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ദുബൈയിലൊക്കെ പോയി സമയത്ത് അവിടെയും ഈ ഇങ്ങനെയുള്ള സൊസൈറ്റികൾ ഈ നാടകങ്ങളൊക്കെ സംഘടിപ്പിച്ച് പിന്നെ അവിടെ നിന്നപ്പം സിനിമ എടുക്കണം, അവനെ ഒരു പടത്തിൽ ഹീറോ ആക്കണമെന്നൊക്കെ ആയിരുന്നു അന്ന് ആഗ്രഹം. അപ്പോൾ ഫസ്റ്റിലെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അച്ഛൻ അന്ന് ഇങ്ങനെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് അങ്ങനെയെങ്കിൽ പടം എടുക്കുന്നെങ്കിൽ മോനെ വെച്ചൊരു ഹീറോ ആയിട്ടൊരു പടം എടുത്തുകൂടെ എന്ന് ചോദിച്ചായിരുന്നു. അച്ഛൻ പറഞ്ഞല്ല, അവനെ നമ്മൾ ഒന്ന് അവനെ ആ ഒരു ഇതുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് അതെന്താണ് ഞാൻ ഒന്നും അറിയില്ല. ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്ന പടമാണ്. കലാപരമായിട്ടുള്ള വാസന അല്ല, സ്കൂളുകളിലൊക്കെ നമ്മൾ ഈ ചെറിയ ചെറിയ സ്കിറ്റുകളൊക്കെ ചെയ്യുവാണെങ്കിലും അത് ഇങ്ങനെ നിർബന്ധിച്ച് അത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയുള്ളൊരു ഇതാ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ നിന്നൊരു ഡയലോഗ് പറയുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞ സാധനങ്ങളില്ല. അപ്പം ഇതാണ് നമ്മൾ അങ്ങനെ ഒരു ചെയ്യുന്നത്. അപ്പം ടെൻഷൻ എനിക്ക് ആദ്യം നമുക്കൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ. ഒന്നും അറിയാത്തതുകൊണ്ട് ടെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ പലരും ഈ പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെ ചോദിക്കും എന്താ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അല്ല, അത് അതിനകത്ത് തീരെ എക്സ്പീരിയൻസ് അത് കുഞ്ഞുനാൾ അത് അതിനകത്തൊരു ഓർമ്മ പോലും ഇല്ല, എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് കുറേ പഴയ പടങ്ങളാണ്, പഴയ പടമാണ്. പിന്നെ ഇതിൽ ഫുൾ ചാർജ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള കൺട്രോളും ഞാനായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അന്ന് 20-21 വയസ്സ്. പക്ഷെ നമ്മളായിരുന്നു, അച്ഛൻ വന്നു പോത്തേ ഉള്ളായിരുന്നു. ഇങ്ങനെ ഒരു 10 ദിവസം കൂടുമ്പം അങ്ങനെ അവിടെ ബിസിനസ് ഉണ്ടായതുകൊണ്ട് 10 ദിവസം കൂടുമ്പം വരും, അത് കഴിഞ്ഞിട്ട് പോകും. പിന്നെ ഇതിന് നമ്മുടെ കുറച്ച് ആൾക്കാർ വെച്ചിട്ടുണ്ടല്ലോ സിനിമയിൽ ചെയ്യാനായിട്ട്, കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സുണ്ട്. നമ്മളതൊരു എന്തോ ഒരു ഉത്സവം പോലെ, ട്രിപ്പ് പോലെ ആയിരുന്നു. ലാളന, അത് ഊട്ടിയിലായിരുന്നു ഷൂട്ടിങ്. ഊട്ടിയായിരുന്നു ലൊക്കേഷൻ. അപ്പം ഊട്ടിയുടെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അതും ഇതൊക്കെ ആയിട്ട് ഞങ്ങളവിടെ അടിച്ചു പൊളിച്ചേ ഉള്ളൂ. അഭിനയം ഒന്നൊരു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറയും നാളെയാണ് കേട്ടോ ഈ പക്ഷേ ഇൻട്രൊഡക്ഷൻ സീൻ നാളെയാണ്. ആയിക്കോട്ടെ, നാളെ ഇൻട്രൊഡക്ഷൻ സീൻ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ ബേബി ഷാമിലി ഉണ്ടായിരുന്നു. ബേബി ഷാമിലി എൻ്റെ ബ്രദറായിട്ട് ഇതേപോലത്തെ ഡബിൾ റോളാണ് ചെയ്തത്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ആക്സിഡൻറ്റ് പറ്റിയ ഒരു കുട്ടിയാണ്. അപ്പോൾ ഇയാൾ അന്ന് തൊട്ട് ഈ വീട് വിട്ടിറങ്ങിയിട്ട് ഇങ്ങനെ മാനസികമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അപ്പം യാദൃശ്യമായിട്ട് ഈ കുട്ടിയെ കാണുമ്പോൾ എൻ്റെ കുട്ടിയാണെന്നും പറഞ്ഞിട്ട് എൻ്റെ പെങ്ങളാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഇടിച്ചു കയറിയ വീട്ടിൽ കയറുന്ന സീനാണ്. ഫുൾ കോമ്പിനേഷൻ. സിദ്ദിഖ്, മറ്റേ ഇന്നസെൻ്റ് ഏട്ടൻ, അവരൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് സീൻ. ഞാനൊരു കൂട്ടത്തൊന്ന് ചോദിച്ചോട്ടെ. അപ്പം സ്വന്തം അച്ഛൻ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, നമുക്ക് നല്ലൊരു എൻട്രിയാണ്. അപ്പോൾ ഈ രാവിലെ ഏട്ടൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നായക പ്രാധാന്യമുള്ള വേഷം കിട്ടാത്തോട്ട് പരിഭവമൊന്നുമില്ലായിരുന്നു? അല്ല, അന്ന് ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാര്യം നമ്മൾ ഇതിൽ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇതിനോട്ട് കൂടുതൽ ഇങ്ങനെ നായക പ്രധാനമുള്ള ഒരു വേഷം കിട്ടണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതും പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ ഒരുപാട് ശ്രമിച്ചതൊക്കെ ചെയ്ത്. പക്ഷെ അപ്പം തന്നെ ഇതിൻ്റെ ഒരു അസോസിയേറ്റ് ആയിട്ടിരുന്ന ആൾ തന്നെ സീരിയലിൻ്റെ ഒരു അസോസിയേറ്റ് ആയിട്ട് ഒരു വർക്ക് തുടങ്ങുന്നു. അതിനകത്തൊരു ഹീറോ ആയിട്ടുള്ളൊരു സീരിയലിൽ ഒരു നായകന് ആവശ്യമുണ്ടെന്നും പറഞ്ഞിങ്ങനെ തുടങ്ങി. അപ്പോൾ അവർ വന്നിങ്ങനെ ചോദിച്ചു സിനിമയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സീരിയലൊക്കെ ചെയ്യുമെന്ന്. അപ്പം നമുക്ക് ഇതും ഫ്രഷ് ആണല്ലോ, സീരിയൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ആ സീരിയലിലോട്ട് നമ്മളും അതിലോട്ട് എൻ്റർ ആവുന്നത്. ഈ ലാളനെ റിലീസ് ചെയ്തപ്പോൾ അവസ്ഥ എങ്ങനെയായിരുന്നു? ഒരുപാട് ആൾക്കാർ തിരിച്ചറിയും, അങ്ങനെയൊക്കെ അതിൻ്റെ ഓർമ്മയുണ്ടോ? പടം അങ്ങനെ സാമ്പത്തികമായിട്ട് വിജയിച്ചില്ല പടം. കാര്യം എന്ന് വെച്ചാൽ അന്ന് കുറച്ച് നമ്മുടെ പടം റിലീസിങ്ങിൻ്റെ സമയത്തായിരുന്നു മറ്റേ നടൻ സിദ്ദിഖ്, പുള്ളിയായിരുന്നു ഹീറോ. പുള്ളിയുടെ വൈഫിന് സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു ബാഡ് ഇംപ്രഷൻ. അപ്പോൾ അതങ്ങനെ വന്നതാണ്. പക്ഷെ നമുക്ക് അതുകൊണ്ട് ഈ ഫാമിലി ഓഡിയൻസ് ഒന്നും അങ്ങനെ കയറിയില്ല, പടത്തിന് കയറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പടം നല്ലൊരു പടമല്ലായിരുന്നു. പടം നല്ല പടമാണ്, നല്ല സബ്ജക്റ്റുള്ള നല്ല പടമാണ്. ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ട് പടം കണ്ടിട്ടും പറയുന്നുണ്ട് നല്ല പടം. പക്ഷെ വിജയിച്ചില്ല. അതിപ്പം ആരെയും പറഞ്ഞിട്ടില്ല, അത് നമ്മുടെ തലവിധി എന്ന് പറഞ്ഞാൽ. പിന്നെ ഭയങ്കര വിഷമമല്ല, അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അച്ഛൻ സിനിമയിലൊന്നും അങ്ങനെ പടം വിജയിച്ചായിരുന്നെങ്കിൽ പിന്നെ ഒരുപാട് പടം വിജയിച്ചായിരുന്നെങ്കിൽ എടുത്തേനെ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രഷേഴ്സ് സിനിമയിൽ അന്ന് വന്നിറങ്ങുമ്പോൾ എല്ലാം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പിന്നെ ബാക്കിൽ നിൽക്കുന്ന മറ്റുള്ളവർ. അപ്പം നമുക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ എന്നുള്ള വ്യക്തമായ ധാരണ അവർക്ക് എല്ലാവർക്കും അറിയാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത മേഖലയിലേക്ക് തന്നെ അതിൽ പൈസകൾ ഒരുപാട് പോയി ഒരുപാട് നഷ്ടപ്പെടുകയും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അല്ല അത് ഇതുമായിട്ടൊന്നും ശരിക്കും പറഞ്ഞാൽ പടം ഒരു സ്കൂൾ സെന്റർ ആയിരുന്നു, പഠന കേന്ദ്രമായിരുന്നു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, എങ്ങനെ പടം എടുക്കാം, എങ്ങനെ പടം എടുക്കാതിരിക്കാം. പഠിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ്, നമ്മൾ ഇതിനെ പറ്റിയുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ. കാര്യം നമ്മളൊരു എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അല്ല, അച്ഛൻ എന്തുമാത്രം വിശ്വാസം വരുന്ന കാരണം എന്താ? മകൻ ഈ പറയുന്ന ഈ ഫീൽഡിനെ പറ്റി ഒന്നും അറിയത്തില്ല, കൺട്രോൾ വരെ ആക്കി. അപ്പൊ അച്ഛന്റെ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടായിരുന്നുള്ളതാ? അച്ഛന് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ അച്ഛനും മകനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ധാരണയുണ്ട്. അവന് മറ്റുള്ള ദുശീലങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അവനെ ഒരു കാര്യം ഏൽപ്പിച്ച കാര്യം, അന്ന് ഇവർ ഈ സമയത്തും ഞങ്ങൾ നാട്ടിൽ ഞാനും സിസ്റ്ററും ഒക്കെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതൊക്കെ. അപ്പം അവിടുത്തെ കാര്യങ്ങളായാലും ഞാൻ തന്നെയാണ് എല്ലാം നോക്കി മുന്നോട്ട് പോകുന്നതും കാര്യങ്ങളും. അല്ല അത്രയേ ഉള്ളൂ. പക്ഷേ സിനിമയിൽ ഓരോ മേഖലയിൽ ജോലി ചെയ്യേണ്ടവരൊക്കെ ആ മേഖലയിൽ പോസ്റ്റിൽ ജോലി ചെയ്യേണ്ടവരുണ്ട്. പിന്നെ വീക്കിലി വരുമല്ലോ, വന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോകുമല്ലോ. ഞാൻ നമ്മളെ ഇവരുമായിട്ട് നിന്നിങ്ങനെ എല്ലാവരും ഉണ്ട്. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് അവിടെ വന്ന് നമ്മൾ തന്നെ ഒരു കോട്ടേഴ്സ് പോലെ എടുത്തിട്ട് കുറേ പേര് അവിടെ താമസിപ്പിച്ചേക്കുക. കാര്യം എനിക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ അവർക്കും ഒരു രസമായിരുന്നു. അവരാരും ലൊക്കേഷൻ സീരിയലിൽ കാര്യം ചാൻസ് ഇല്ല. ഈ സിനിമയിൽ ഇത്രയും അടുത്ത് ചെന്ന് ലൊക്കേഷനിൽ പോയി കാണാനോ ഇരിക്കാനോ ഒന്നും ചാൻസ് ഇല്ല. അപ്പം ഞങ്ങളൊരു പടം എടുക്കുന്ന അറിയുമ്പോൾ നമ്മൾ തന്നെ വിളിച്ചുടാ എടാന്ന് കൊണ്ടുപോടാ, എങ്ങനെയാടാ ഷൂട്ടിങ് നടക്കുന്നത്, എങ്ങനെയാടാ ഇത്, എങ്ങനെയാണ് അവർ അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സ്, നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ലൊക്കേഷന് വരികയും തീരുന്നവരെ ഉണ്ടായിരുന്നു. ഊട്ടി ഷെഡ്യൂളിൽ ഫുൾ ഉണ്ടായിരുന്നു. 3 ഷെഡ്യൂളായിട്ട്, ഒന്ന് എറണാകുളം, ഊട്ടി, പിന്നെ ചെന്നൈ, 3 ഷെഡ്യൂളായിട്ടായിരുന്നു അത് പടം. ഒരുപാട് പരിചയങ്ങളായി ആ സിനിമയുടെ മായക ലോകത്തേക്ക് ഇങ്ങനെ വന്നു. അതിനുശേഷം സിനിമയിലേക്ക് പിന്നെ ശ്രദ്ധിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ശ്രദ്ധിച്ചു, എന്നെ ശ്രദ്ധിച്ചില്ല, അതാണ് സത്യം. ഞാൻ ശ്രദ്ധിച്ചു. നമ്മൾ ഒരുപാട് പേര് പിന്നീട് ഒരു പടത്തിന് നമ്മൾ അതിനുശേഷം ഒരു പടത്തിന് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഒരു വേണുനാളി കണ്ട ഒരു പടം. അതിന് ശേഷമാണോ അതിന് മുമ്പാണെന്നോ അറിയില്ല. കളിപ്പാട്ടം എന്ന് പറയുന്നതിൽ ലാസ്റ്റ് ഒരു സീനുണ്ട്. ഈ ഉർവശിക്കൊക്കെ തോന്നത്തില്ലേ, ഈ അത് ഗേറ്റിൽ വന്ന് ബേളം ഉണ്ടാക്കുന്ന മോഹൻലാൽ എൻട്രി അങ്ങനെ. അത് ലാസ്റ്റിന്റെ ആ ഒരു ഒറ്റ സീനിൽ വേണ്ടി പുതുമുഖങ്ങളെ തേടുന്നു. അത് ആരെയും പുതുമുഖങ്ങളെ ആർക്കും കൊടുത്തില്ല ലാസ്റ്റ്. അത് വിനീത് തന്നെ ചെയ്ത്. അപ്പൊ അതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. വിനീതിന് പകരമായിട്ട് ചെയ്യുന്ന റോളിന് വേണ്ടി, ആ റോളിന് വേണ്ടിയിട്ട് ഇവര് കുറച്ചുപേരെ അതിന് പോയിട്ടുള്ളൂ. സിനിമയിൽ അങ്ങനെയുള്ള ഒരു ഇന്റർവ്യൂവിൽ അത് മാത്രമേ പോയിട്ടുള്ളൂ. അത് പോയിട്ടല്ല, അത് ഏകദേശം പറഞ്ഞു വെച്ചിരുന്നത്. പിന്നെ അത് ഫൈനലിൽ എന്തോ അവരുടെ ബിസിനസ്സോ എന്തോ എങ്ങനെ അത് ആർട്ടിസ്റ്റിനെ വെച്ച് എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ് ആയ ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യണമെന്നായിരിക്കും അവരുടെ തീരുമാനം. അതുകൊണ്ടായിരിക്കും അത് പോയി. നല്ല സീനായിരുന്നു, ഒറ്റ സീനില്. കാര്യം ആദ്യം മോഹൻലാൽ കയറി വരുന്നതും അങ്ങനല്ലായിരുന്നു. അതെ അതെ, നല്ലൊരു ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും അപ്പൊ ഒരു പുതിയ ഒരാളെ വേണ്ടാന്ന് പിന്നീട് തീരുമാനിച്ചാണ്. അപ്പത്തേക്ക് വിനീതൊക്കെ ഒത്തിരി പടങ്ങൾ ചെയ്ത് നിൽക്കുന്ന സമയമല്ലേ. പക്ഷെ അതൊരു ഇപ്പോഴും കാണുമ്പോഴും നഷ്ടബോധമായിട്ടുള്ള അത് കാണുമ്പോൾ അയ്യോ ഇത് എനിക്ക് കിട്ടിയില്ലല്ലോ, അത് എനിക്ക് കിട്ടേണ്ട സീനാണല്ലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്.